SIR-മായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനമാണ് പുരോഗമിക്കുന്നത്. കേരളത്തിലും SIR നടപ്പിലാക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. SIR-ന്റെ പ്രധാന ലക്ഷ്യം വോട്ടർമാരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും അതോടൊപ്പം അയോഗ്യരെ ഒഴിവാക്കുകയുമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി കഴിഞ്ഞു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, പറയൂ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, രാജ്യത്തുടനീളം വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടികളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയത്. അതിൽ രാജ്യവ്യാപകമായി SIR നടപ്പാക്കുന്നതിന്റെ രണ്ടാം ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലാണ് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത്. അതിന്റെ നടപടികൾ നാളെ മുതൽ തന്നെ ആരംഭിക്കും. അതായത് ആൻഡമാൻ നിക്കോബാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കേരള, ലക്ഷദ്വീപ്, മധ്യപ്രദേശ്, പുതുച്ചേരി, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ എന്നീ 12 ഇടങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ. ആദ്യഘട്ടം ബീഹാറിൽ SIR വിജയകരമായി പൂർത്തിയാക്കി. രണ്ടാം ഘട്ടത്തിൽ ഈ 12 സംസ്ഥാനങ്ങളിലും, അതായത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി SIR ആരംഭിക്കും. അതിന്റെയും നടപടിക്രമങ്ങൾ നാളെ മുതൽ തന്നെ തുടങ്ങുകയാണ്. നാളെ മുതൽ പരിശീലനവും അതിന്റെ വോട്ടർ പട്ടിക പ്രിന്റിംഗും ആരംഭിക്കും. ഓരോ വീടുകളിലും എത്തിയുള്ള പരിശോധന നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയായിരിക്കും. ഈ വോട്ടർ പട്ടികയുടെ മാതൃക പ്രിന്റിംഗ്, അതിന്റെ പ്രസിദ്ധീകരണം 9 ഡിസംബറിന് നടക്കും. തുടർന്ന് അതിന്റെ മേൽ പരാതികൾ ഉന്നയിക്കാനുള്ള സമയവും ഏതെങ്കിലും തരത്തിൽ ആക്ഷേപം ഉന്നയിക്കാനുള്ള സമയവും നൽകും. വോട്ടർ പട്ടികയുടെ അന്തിമ പ്രസിദ്ധീകരണം നടക്കുന്നത് ഫെബ്രുവരി 7-നായിരിക്കും. അതായത് നാളെ മുതൽ നടപടി ആരംഭിച്ച് ഫെബ്രുവരി 7-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തരത്തിലാണ് കേരളം ഉൾപ്പെടെ 12 ഇടങ്ങളിൽ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടി ക്രമീകരിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായി തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് SIR എന്നുള്ളത് അർഹരായ ആളുകളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനും അനർഹരായിട്ടുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതിന്. ഇതാണ് ലളിതമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നടപടിയെ നിർദ്ദേശിച്ചിട്ടുള്ളത്. മുൻപും രാജ്യത്ത് SIR നടപ്പാക്കിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം 8 തവണ നടപ്പാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2002, 2004 കാലഘട്ടത്തിലാണ് വോട്ടർ പട്ടികയിൽ ഇത്തരത്തിലൊരു തീവ്ര പരിഷ്കരണ നടപടി നടന്നിരുന്നത്. അതിനുശേഷം ഇപ്പോൾ 2025-ലാണ് ആദ്യം ബീഹാറിൽ നടപ്പാക്കിയത്. വിജയകരമായിരുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെ 12 ഇടങ്ങളിലാണ് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടികൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നത്. അതിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ടെന്നും രാഷ്ട്രീയ പാർട്ടികൾ, പൊതുജനങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥർക്കൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടി പൂർത്തിയാക്കുക എന്ന കാര്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ജിഷ്ണു, അതോടൊപ്പം കേരളത്തിലും ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകും. കേരളത്തിൽ നീട്ടിവെക്കണമെന്ന ആവശ്യം തള്ളിയിരിക്കുകയാണല്ലോ. അത്തരമൊരു ആവശ്യം ഉന്നയിക്കാനിടയായ സാഹചര്യം എന്തായിരുന്നു? കാരണം അർഹരായവരെ ഒരു തരത്തിലും ഒഴിവാക്കില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിക്കൊണ്ടിരിക്കവേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് കൂട്ടിച്ചേർത്തത്? രോഹിണി, കേരളത്തിൽ SIR നീട്ടിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അതായത് ഈ വരുന്ന മാസങ്ങളിൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഒപ്പം ഉദ്യോഗസ്ഥർക്ക് അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി വരുന്നതിനാലും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലും വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടി നീട്ടിവെക്കണം എന്നൊരു ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിലേക്ക് വെച്ചിരുന്നു. പക്ഷേ കേരളത്തിൽ നമുക്കറിയാം 2026 ഏപ്രിൽ മെയ് മാസമാകുമ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളതാണ്. അത്തരം സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ജനുവരി അവസാനത്തോടുകൂടി അല്ലെങ്കിൽ ഇപ്പോൾ ഫെബ്രുവരി 7 എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടി പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കണം എന്ന കൃത്യമായ നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു ആവശ്യം അംഗീകരിക്കാതെ അല്ലെങ്കിൽ വോട്ടെടുപ്പ് നടക്കുന്നത് കൊണ്ട് SIR നടപടികൾ മാറ്റിവെക്കേണ്ടതില്ല എന്ന കൃത്യമായ നിരീക്ഷണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ, കേരളവും തമിഴ്നാടും അസമും ബംഗാളും പുതുച്ചേരിയും, ഇവയാണ് 2026-ന്റെ ആദ്യഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങൾ. ഈ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ തന്നെയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടിക്കായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. 12 ഇടങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളവും തമിഴ്നാടും ബംഗാളും അസമും പുതുച്ചേരി ഉൾപ്പെടെ 5 ഇടങ്ങൾ, കൂടാതെ
ആൻഡമാൻ നിക്കോബാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, ലക്ഷദ്വീപ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടികൾക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നത്. അതിന്റെ പരിശീലന നടപടികൾ നാളെ മുതൽ തന്നെ ആരംഭിക്കുകയാണ്. ഫെബ്രുവരി 7-നായിരിക്കും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ, അതായത് കേരളത്തിന്റെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള യോഗത്തിലും അല്ലാതെ കത്ത് മുഖേനയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ SIR നടപടികൾ നീട്ടിവെക്കണം എന്നുള്ളതായിരുന്നു. മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ, അത് കേരളത്തിൽ ഉൾപ്പെടെ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ട്. ഈ SIR നടപടി വോട്ടർ പട്ടികയിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ ക്രമക്കേട് നടക്കുന്നു തുടങ്ങിയിട്ടുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുലും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും അതിനുള്ള വിശദീകരണവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ നൽകിയിരുന്നു. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും വളരെ കൃത്യമായി ആദ്യഘട്ടത്തിൽ തന്നെ, ആ വാർത്താ സമ്മേളനത്തിന്റെ ആദ്യ ഭാഗത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചത് SIR എന്നുള്ളത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനുള്ളതാണ്. അത് വോട്ടവകാശമുള്ള മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അനർഹരായി വോട്ടവകാശം നേടിയവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുമാണ് SIR നടപടി എന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടികൾ കൊടുക്കുന്നത്. ശരി ജിഷ്ണു.